ആത്മമിത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുന്നട്ടെ. സഭയെന്ന ചുരുക്ക നിമിഷത്തെ പഠനത്തിലെ 51-ാമത്തെ പാഠത്തിലേക്ക് വന്നു. കഴിഞ്ഞ പാഠം ഞാൻ ശുശ്രൂഷക്കാരുടെ കാര്യം പറഞ്ഞ് അതിൻ്റെ ക്രമീകരണം അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ട് സഹോദരിമാരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു. സഹോദരിമാരുടെ ശുശ്രൂഷ എന്നത് വീട്ടിൽ നിന്ന് സഭ വരെയുള്ളതാണ് എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ഒരു പൊതുതത്വം ഞാൻ പറഞ്ഞു. അതിൻ്റെ ഉപദേശ കാര്യങ്ങളൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പത്യോപദേശത്തിന് ചേർന്ന കാര്യമാണ് ഈ പറയുന്നത്. ആ കാര്യം അധികമായി ശ്രദ്ധിക്കുമല്ലോ. ഉപദേശത്തിലേക്കുള്ള സഭയിലെ സ്ത്രീകളുടെ സ്ഥാനം 1-11 നോക്കാം. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷൻ അത്ര ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടില്ല, സ്ത്രീ പുരുഷനായിട്ട് അത്ര സൃഷ്ടിക്കപ്പെട്ടത്. ഈ ക്രമം ക്രിസ്തുവിനോട് സഭയോട് ചേർത്ത് ചിന്തിപ്പാൻ ആവശ്യമുണ്ട്. റോമർ 5:14 വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിട്ടാണ് ആദാമിനെ സൃഷ്ടിച്ചത്. പുരുഷൻ്റെ സൃഷ്ടി ഉൽപ്പത്തി 2:26-27 നോക്കുക. അവിടെ പറയുന്നത്, അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ഇവിടെ സ്ത്രീ പുരുഷനിൽ ഉണ്ടായിരുന്നു. പിന്നീട് നാം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, പുരുഷനിൽ നിന്ന് ആ സ്ത്രീയെ വേർതിരിച്ച് പുരുഷൻ നൽകുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യമാക്കുകയല്ല ചെയ്തത്. സ്ത്രീ അടിമയല്ല. പുരുഷനിൽ സ്ത്രീ ഉണ്ടായിരുന്നു, മറഞ്ഞിരിക്കുകയായിരുന്നു. അവളെ പുരുഷനിൽ നിന്ന് ദൈവം വേർതിരിച്ചു, സൃഷ്ടിച്ചെടുത്തിട്ട് പുരുഷന് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, പുരുഷനിൽ നിന്നല്ല സ്ത്രീയിൽ നിന്ന് സ്ത്രീയിൽ നിന്നല്ല പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉളവായത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം പുരുഷനിലാണ്. പുരുഷനോട് കൂടെ ജീവിക്കുന്നതാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നു. ഈ വേർതിരിച്ച് നൽകിയ ശേഷം ഉൽപ്പത്തിയിൽ 2:23-24 ആദാം പുരുഷൻ പറയുന്ന നോക്കണം, ഇപ്പോൾ ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ നാരി എന്ന് പേരാകുമെന്ന് പറയും. ഇത് തത്വത്തിൽ സ്ത്രീക്ക് പേരിട്ടതും പുരുഷൻ തന്നെയാണ്. സ്ത്രീക്ക് പേരിട്ടതും പുരുഷൻ തന്നെയാണ്. നാരി, സ്ത്രീയിൽ നിന്ന് നരനിൽ നിന്ന് എടുത്തുകൊണ്ട് നാരി എന്ന് അവളെ വിളിച്ചു. ഹൗവ എന്ന പേരും അങ്ങനെ തന്നെ വന്നതാണ്, പുരുഷൻ കൊടുത്ത. ആദാമിനെ ആദാം എന്ന് ദൈവം പേരിട്ട് വിളിച്ചതാണ്. പക്ഷേ സ്ത്രീയെ പുരുഷനാണ് നാരി അല്ലെങ്കിൽ ഹൗവ എന്ന് വിളിച്ചത്, മാതാവ് എന്ന് വിളിച്ചത്. അപ്പോൾ ഇനി 2-ാമത്തെ കാര്യം ഉപദേശം. സ്ത്രീക്ക് 1-ാമത്തെ ഉപദേശമായി പുതിയ നിയമത്തിൽ സഭയിലും തരുന്നു. 1-11 പറഞ്ഞു. 2-ാമതായിട്ട് 1-11 ശ്രദ്ധിക്കുക. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യം ഉണ്ടായിരിക്കണം. ദൈവദൂതന്മാരിൽ സ്ത്രീരൂപമില്ല. ദൈവസ്ഥാനത്തിൽ സ്ത്രീകൾ നിൽക്കുമ്പോൾ തല മറച്ചിരിക്കണം എന്ന് പറഞ്ഞ കാരണം, പുരുഷൻ സ്ത്രീ മറഞ്ഞിരിക്കുന്നതാണ്. പുരുഷനിൽ സ്ത്രീ മറഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞത് സാരം. പുരുഷൻ ദൈവരൂപത്തിലായിരിക്കാൻ അവൻ മറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, തലയിൽ തട്ടേണ്ട കാര്യമില്ല. പുരുഷൻ ദൈവരൂപത്തിൽ പ്രത്യക്ഷ രൂപത്തിലായിരിക്കയാൽ അവൻ മറഞ്ഞിരിക്കേണ്ട. സ്ത്രീ പുരുഷനിലാകിയാൽ സ്ത്രീ മറഞ്ഞിരിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ യഥാർത്ഥ സത്യം. ദൂതന്മാരുടെ അധീനത ലക്ഷ്യം എന്ന് പറഞ്ഞത്, ചിലർ വിചാരിച്ചത് വീണുപോയ ദൂതന്മാരെല്ലാം കൂടെ സ്ത്രീകളെ കണ്ടാൽ അവർക്ക് കുഴപ്പമുണ്ടാക്കും, കുറ്റം പറയുന്ന, അതൊന്നുമല്ല പറഞ്ഞ കാര്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്ത്രീകൾ വീട്ടിലൊക്കെ നടക്കുമ്പോൾ തല മുടി കെട്ടി നടക്കണ്ട, ചില ആളുകളെ കാക്ക ഉപദ്രവിക്കുന്നത്, അതൊന്നും അല്ല കാര്യം. ഇവിടുത്തെ കാര്യം ഈ ദൂതന്മാരെന്ന് പറയുന്ന സറാപ്പുകൾ, ദൈവസ്ഥാനം നിൽക്കുന്ന സറാപ്പുകൾ 6 ചിറകുള്ളവരാണ്. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് തങ്ങളെ തന്നെ മറിച്ച്, 2 കൊണ്ട് മുഖം പറന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. കെരൂബുകളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് 4 ചിറകുകളുണ്ട്. അത് വർണ്ണാതീതമായ ചിറകുകളാണ്. അവരും തങ്ങളെ തന്നെ മറച്ചാണ് ദൈവസ്ഥാനത്തിൽ. പുരുഷൻ മാത്രമാണ്, മനുഷ്യ സൃഷ്ടിയിൽ പുരുഷൻ മാത്രമാണ് ദൈവസന്നിധിയിൽ തങ്ങളെ മറയ്ക്കാതെ വെളിപ്പെട്ട് നിൽക്കുന്നത്. കാരണം പുരുഷൻ ദൈവപ്രതിമയായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യം
അത് വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ സ്ത്രീ മറച്ചിരിക്കേണ്ടത്, സ്ത്രീ ദൈവസന്നിധി നിൽക്കുമ്പോൾ തലമറയ്ക്കുന്നു എന്ന് പറഞ്ഞ് സ്ത്രീ പുരുഷനിലോടുകൂടെ വെളിപ്പെടേണ്ടവളാണ് എന്നതിനാലാണ് അത് ഓർത്തിരിക്കണം. അടുത്ത് പറയുന്നത്, ഇനിയും ഈ പുനരുദ്ധാനം ശരീരം ലഭിച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പൂർവ്വാൽ ആദവുമാർ തേജസ്സിലായിരുന്ന പോലെ തേജസ്സിലായിരിക്കും. മാത്രമല്ല മറ്റൊരു രസകരമായ കാര്യങ്ങളുണ്ട്. ലൂക്കോസ് 21:34-38 അവർ പുനരുദ്ധാന ത്തിന് യോഗ്യരായാൽ വിവാഹം കഴിക്കില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല എന്നാണ്. താഴെ പറയാണ്, അവർക്ക് മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുദ്ധാന പുത്രരാകയാൽ ദൈവദൂതന്മാരും ദൈവപുത്രന്മാരുമാകുന്നു. അവിടെ സ്ത്രീ എന്ന പ്രയോഗം വരുന്നില്ല. കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ, ഭൂമിയിൽ ഈ സ്ത്രീ പുരുഷ ഭേദം ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം അത് ക്രിസ്തുവിൽ സഭയെ വെളിപ്പെടുത്തുന്നതിൻ്റെ നാന്ദിയായിട്ടാണ് പുരുഷനും സ്ത്രീയെ വെളിപ്പെടുത്തി വേർതിരിച്ചത്. ഇവിടെ സന്താന പരമ്പങ്ങൾ വർദ്ധിക്കുന്നതിന് സ്ത്രീയും പുരുഷനും സംയോജിച്ചുണ്ടാകേണ്ട ദൈവപ്രക്രിയയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു, അവർക്ക് സന്താന പരമ്പരയില്ല, കല്യാണമില്ല. അതാണ് ദൂതന്മാരായെന്ന് പറഞ്ഞത്. അപ്പോൾ സ്ത്രീ ഏറ്റവും ധന്യയാണ്. ഭൂമിയിൽ ദൈവം ആദമിൽ നിന്ന് അവയെ വേർതിരിച്ചത് ധന്യമായ ഏറ്റവും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ വർത്തമാനം പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അത് തിരിച്ച് മനസ്സിലാക്കണം ആണ്. ഇനിയും മറ്റൊരു കാര്യം ഈ പുതിയ തലമുറ ഗ്രഹിക്കാനായിട്ട് കൂടെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അമേരിക്കയിലോ കുറഞ്ഞ പക്ഷം ഇവിടുന്ന് ബോംബെയിലോ കൽക്കട്ടയിലോ വേറെ ഏതെങ്കിലും സംസ്ഥാനം, കേരളത്തിലൊക്കെ ഇപ്പോൾ തുല്യമായി പോയിട്ട് വരുന്ന ആളുകൾ, അമേരിക്കയിൽ പോയിട്ട് ഇവിടെ വരുന്ന ആളുകൾ സാധാരണ അമേരിക്കയിലെ എന്താ പറയുക നാഗരികത, ഇവിടെ എന്ത് നാഗരികത എന്നൊക്കെ പറയും. പ്രിയമുള്ളവരെ, ഈ വേദപുസ്തകം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് 1:18 മുതൽ താഴങ്ങൾ വായിച്ചാൽ അവിടെ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞില്ല. ആണോട് ആണാവലക്ഷണം, സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷയോടൊക്കെ അവിഹിത ബന്ധം പുലർത്തുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് ഈ റോമെന്ന് പറയുന്നത് ക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷം മുമ്പ് റിപ്പബ്ലിക്കായ സ്വതന്ത്ര രാജ്യമാണ്. കൊരിന്ത് ഏഥൻസ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് 600 വർഷം റിപ്പബ്ലിക്, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ റിപ്പബ്ലിക് ഏഥനാണ്. മനസ്സിലായോ? ജനകീയ ഭരണ ജനാധിപത്യം വന്നവിടെ. ഇന്ത്യയിൽ ജനാധിപത്യം വന്നത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 48 റിപ്പബ്ലിക്കായത്. അപ്പോൾ നിങ്ങൾ കണക്കാക്കി നോക്കണം, ക്രിസ്തുവിന് മുമ്പ് 600 വർഷവും ക്രിസ്തുവിന് മുമ്പ് 500 വർഷവും മുമ്പ് പഴക്കമുള്ള ഏഥൻസ്, കൊരിന്തും റോമിലുള്ള ജനങ്ങളോട് അന്ന് അപ്പോസ്തലൻ സംസാരിച്ച കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ 75 കൊല്ലമായിട്ടുള്ളൂ റിപ്പബ്ലിക്കായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചു. അതും ഒരു 20 കൊല്ലത്തിൽ ഇപ്പോഴാണ് ഈ വക കാര്യങ്ങൾ, ആണോ പെണ്ണ് കെട്ടുക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ വന്നിട്ടുള്ളൂ. നിങ്ങൾ ഓർക്കണം, വിശുദ്ധ ബൈബിൾ കണ്ടത് എത്രയോ ദീർഘവീക്ഷണത്തോട് ഇപ്പോൾ ഇവിടെ ഉള്ളവർ സംസാരിക്കുകയാണ്. അതിന് നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന എത്തിസം, സ്ത്രീ സമത്വം, ഇതെല്ലാം പിശാചിൻ്റെ ഉപദേശമാണ്, ദൈവത്തിൻ്റെ ഉപദേശം. സ്ത്രീ പുരുഷനോട് ഒപ്പം സമത്വമില്ല എന്ന് ബൈബിൾ പറയുന്നു. എത്തിസമോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ സമത്വവാദികളോ ദൈവസഭയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വചനവിരുദ്ധരാണ്. കാരണം ഞാൻ പറഞ്ഞു, 2600 വർഷം മുമ്പും 2500 വർഷം മുമ്പും സ്വാതന്ത്ര്യം ലഭിച്ച സ്വതന്ത്ര രാഷ്ട്രത്തിൽ ജീവിച്ച ആളുകളോടാണ് അന്ന് പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതുന്നത്, പത്രോസ് അപ്പോസ്തലൻ എഴുതുന്നത് ഓർമ്മയിൽ വേണം. അപ്പോൾ ഇത് പ്രത്യേകം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 1 കൊരിന്ത്യർ 11 വാക്കുകൾ ആയതിനാൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വേണ്ടി ജനിക്കപ്പെട്ടവർ, അതെ, ഏഥൻസിലെ ക്രിസ്തുവിന് മുമ്പ് 600 വർഷം മുമ്പ് റിപ്പബ്ലിക് ആയതിനാൽ ആ അതിസ്വാതന്ത്ര്യമുള്ള കാലത്ത് വിശ്വാസത്തിൽ വന്നവർക്കുള്ള അതാണ് കൊരിന്ത് ലേഖനം എഴുതിയത്. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നേക്ക് 2600 വർഷം മുമ്പ് സ്വാതന്ത്ര്യത്തിൽ വന്ന രാജ്യത്തിലെ നാഗരികത വന്ന ജനത്തിന് എഴുതിയതാണ് കൊരിന്ത് ലേഖനം. അത് ഓർമ്മയിൽ വേണം. കേരളം അന്ന് മഞ്ഞു മൂടി കിടക്കുകയാണ്. കേരളം ഒരു 500 വർഷമായിട്ടുള്ളൂ നവീകരിക്കപ്പെട്ടിട്ട്, അതിലൊരു 200 വർഷമായിട്ടുള്ളൂ പുനർഗമിക്കപ്പെട്ടിട്ട്. അതിനേക്കാളൊക്കെ എത്രയോ ആയിരത്താണ്ടുകൾ മുൻപ് പുരോഗമിച്ച രാജ്യത്ത് അന്നുള്ള ജനങ്ങൾക്ക് എഴുതിയതാണ് 1 കൊരിന്ത്യരും 2 കൊരിന്ത്യരും റോമാലേഖനമൊക്കെ. അത് വിശ്വാസികളുടെ അറിവിലേക്ക് ഞാൻ പറയാം.
ഇപ്പം നിങ്ങൾ വേദപുസ്തകത്തെ തട്ടിച്ച് നോക്കണത് ഇവിടുത്തെ കേരളത്തിലെ 75 കൊല്ലത്തേക്കുള്ളതല്ല. അത് മനസ്സിലാക്കാനായിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലെ പരിഷ്കാരം എന്ന് പറയുന്നത് അതിന് വന്നിട്ട് 75 കൊല്ലത്തെ പാരമ്പര്യമുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകാൽ ദൈവജനം ഓർത്തിരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളെല്ലാം സ്ത്രീ സമത്വവും ഇതെല്ലാം ദൈവവചനത്തിന് വിരോധമായ കാര്യങ്ങളാണ്. അത് അന്നേ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവിടെ എഴുതിയത്. സഭയുടെ ക്രമീകരണം ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കുള്ള ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞാൽ ഭരണതലത്തിൽ 1 തിമോഥെയോസ് 3:14 ഔവണ്ണം സ്ത്രീകളും അവിടെ ശുശ്രൂഷകന്മാരെ നിയമിച്ചപ്പോൾ സ്ത്രീകളെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് സഭ ഭരണത്തിന് നിയമിച്ചില്ല. ശുശ്രൂഷക്കാരത്തികളുണ്ടായിരുന്നു. അത് പ്രാദേശിക സഭകളുടെ ദൈനംദിന വർദ്ധനു വേണ്ടി അവർ ചെയ്ത കാര്യങ്ങളാണ്. അവരെ ആത്മാവിൽ നിറഞ്ഞു ചെയ്ത കാര്യങ്ങളാണ്. അത് ഞാൻ പറയാം. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഏഷണി പറയാത്തവരായിരിക്കണം, നിർമ്മതരായിരിക്കണം, എല്ലാറ്റിലും വിശ്വസ്തരായിരിക്കണം. ഇതേ കാര്യം തന്നെയാണ് തീത്തോസ് 2:5 പറഞ്ഞിട്ടുള്ള കാര്യം. അവിടെ വീഞ്ഞിനടിമയായിരിക്കരുത്, കുടുംബജീവിതത്തിൽ 1 കൊരിന്ത്യർ എന്ന് പറഞ്ഞ കാര്യവും ഒരേ കാര്യമാണ്. കുടുംബജീവിതത്തിൽ 1 കൊരിന്ത്യർ 7:1 മുതൽ 24 സ്ത്രീകൾക്ക് ഉപദേശമുണ്ട്. അവിടെ കന്യമാരെക്കുറിച്ച് ഉപദേശമുണ്ട്. 7:25 മുതൽ 40 വരെ ഉപദേശമുണ്ട്. എഫെസ്യർ 5:22, 24 സ്ത്രീകൾക്ക് ഉപദേശമുണ്ട്. അതിന് 31 വരെ ഉപദേശമുണ്ട്. 1 കൊരിന്ത്യർ 14, 34, 35 കൊലോസ്യർ 3:18, 19 സ്ത്രീകൾക്ക് ഉപദേശമുണ്ട്. ഈ ഉപദേശം എല്ലാം തന്നെ സഭയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു സഭാംഗമായിരുന്നു ചെയ്യേണ്ട കാര്യങ്ങളുടെ ക്രമീകരണമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുടുംബത്തിൽ സ്ത്രീകൾക്കുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക സഭയുടെ യാതൊരു പ്രവൃത്തിയിലും വചനപ്രകാരമായ മൂപ്പന്മാരുടെ കീഴിലായിരിക്കണമെന്ന് ഉപദേശമുണ്ട്. മൂപ്പന്മാരുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്നും വചനപ്രകാരമുള്ളതല്ല. സഭയെ മേപ്പാൻ പറഞ്ഞ് യോഹന്നാൻ 21:15, 16, 17 പത്രോസിനോട് പറഞ്ഞു. സഭയെ മേയ്ക്കാനാണ് പറഞ്ഞത്. അതിലെല്ലാ അംഗങ്ങളെയും മൂപ്പന്മാർ നടത്തേണ്ടതും ഭരിക്കേണ്ടതാണ്. പിന്നെ 1 കൊരിന്ത്യർ 12:28 എഫെസ്യർ 4:11 അപ്പോസ്തലപ്രവൃത്തി 20:28 പറഞ്ഞിരിക്കുന്നത് സഭയെ മേയ്ക്കണം എന്നുള്ള കാര്യം തന്നെയാണ്, ഭരിക്കുന്ന കാര്യമാണ്. അതിലൊന്നും ഈ ഭരണത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ല, ശുശ്രൂഷയിൽ സ്ഥാനങ്ങൾ ഉണ്ട് താനും. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളിങ്ങനെ പറയുന്നത്, സ്ത്രീ തലയായ ഒരു പദ്ധതിയും ദൈവവചനത്തിലില്ല. സഭയ്ക്ക് വെളിയിൽ, മൂപ്പന്മാരുടെ ശുശ്രൂഷയ്ക്ക് വെളിയിൽ, മൂപ്പന്മാരുടെ ശുശ്രൂഷയ്ക്ക് വെളിയിൽ വേറൊരു ശുശ്രൂഷയും ഇല്ല. വിവാഹം കഴിഞ്ഞവരോടും കഴിയാത്തവരോടും ഇതിനകത്ത് ഉപദേശമുണ്ട്. ഈ പറഞ്ഞ 1 കൊരിന്ത്യർ 7 11 ഉപദേശമുണ്ട്. ഞാൻ ഈ കൂടെ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ പാഠത്തിലും പറഞ്ഞതാണ് ഇന്നത്തെ പ്രേമവിവാഹങ്ങൾ. അത് അന്നും നടക്കുന്ന കാര്യമാണ്. അത് വചനപരമല്ലെന്നും അതിക്രമമാണെന്നും 1 തെസ്സലോനിക്കർ 4:3, 4, 5, 6 വാക്യങ്ങളിൽ കൃത്യമായി പറഞ്ഞു. കാമേച്ഛകളാൽ ഉണ്ടായിരുന്ന വികാരത്താൽ വിവാഹത്തിന് വേണ്ടി സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അങ്ങനെ അടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ദൈവവചനത്തിന് വിരുദ്ധമാണ്, അതിക്രമമാണത്, സഹോദരനെ വഞ്ചിക്കലാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രേമവിവാഹങ്ങൾ വചനവിരുദ്ധമാണ്. ആര് പറഞ്ഞാലും അത് വചനവിരുദ്ധം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ദൈവവചനം പറഞ്ഞ പ്രമാണങ്ങൾ വളരെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു 1 കൊരിന്ത്യർ 14, 34 ഇവരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ കേൾവിക്കാർ ഞാൻ പറയുകയാണ്, സമയത്രേ ഉള്ളൂ, അതുകൊണ്ടാണ്. അവിടെ പറയുന്ന കാര്യം ഇതാണ്, വിശുദ്ധന്മാരുടെ അല്ലാത്ത ഏത് സഭായോഗങ്ങളോ ഏത് കൂട്ടങ്ങളാണ് ദൈവസഭയ്ക്കുള്ളത്? ഒരു മറുപടി സഭാമൂപ്പന്മാരെ അടുത്ത ക്ലാസ്സിൽ തരും. ഞാനിവിടെ ഇപ്പോൾ നിർത്തട്ടെ. ബാക്കി കുറച്ചുകൂടെ പറയാനുണ്ട്, മുഴുവൻ തീരില്ല. അത് 14 MB ആയിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് പറയാം. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും സ്ത്രീകളും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധന്മാരുടെ സഭായോഗമല്ലാതെ സഭയ്ക്ക് ഏത് യോഗമാണ് ഉള്ളത്? ഒരു മറുപടി ഞാൻ മൂപ്പന്മാരെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ദൈവനാമം എല്ലാത്തിലും വാഴ്ത്തപ്പെട്ട മത്സരത്തിനല്ല, ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്, നമ്മളിൽ കൂടെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് മാത്രമാണ് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.